This is limited edition. ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അഭിമാനം കൊണ്ടിട്ട് 2 നാഷണൽ ഡെയിലീസിന് ഇന്ത്യൻ എക്സ്പ്രസിനും ഹിന്ദുവിനും ഈ ഗവൺമെൻറ് ഒരു പരസ്യം കൊടുത്തിരുന്നു. അത് കമ്പയർ ചെയ്യുന്നത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇറങ്ങി പോകുന്ന സമയത്ത് എന്തായിരുന്നു കേരളം, ഇന്ന് എങ്ങനെ ഇരിക്കുന്നു കേരളം എന്നുള്ള അവകാശവാദങ്ങളാണ്. അതിനെപ്പറ്റി എന്താണ്? പക്ഷെ ഒത്തിരി വിട്ടുപോയി. ആ അഡ്വർടൈസ്മെന്റ് ശരിക്കും കൊടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കണം, ഞാൻ തരായിരുന്നു. എന്താണ് വിഴിഞ്ഞം പദ്ധതി? ഇവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് അല്ലേ, അതെവിടെ പോയി? കാണിച്ചോ? ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ വിഴിഞ്ഞത്തെക്കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല. ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ മെട്രോ ഈ ഗവൺമെൻറ് പറയുന്നതല്ലേ, എവിടെ പോയി? അവിടെ കാണുന്നില്ലല്ലോ. ഈ 2 പ്രോജക്റ്റിനെ കുറിച്ചും കണ്ണൂർ എയർപോർട്ടും നമ്മൾ കാണുന്നില്ല. ഇതും കണ്ണൂർ എയർപോർട്ടും വിഴിഞ്ഞവും കൊച്ചി മെട്രോയും അവരുടെ ആണെന്നല്ലേ അവർ പറയുന്നത്. 10 വർഷം മുമ്പ് എന്തായിരുന്നു സ്റ്റാൻഡ് എന്ന് കാണിക്കാത്ത? എന്താ ആ ധൈര്യമില്ലാത്തൊരു സർക്കാർ ഇന്ന് വന്നിട്ട് വലിയ അഭിമാനം പറയുന്നതിന് എന്താ അർത്ഥം? അത് മൂന്നും കാണിക്കാത്തതിൽ അതിലെന്തോ പന്തികേടുള്ളത്. പന്തികേടല്ല, കാരണം കാണിച്ചാൽ നാണം കിടും. എന്താണ് 10 വർഷം മുമ്പ് പറയും 6,000 അഴിമതി, തർക്കലിടാൻ വന്ന പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിച്ച CPM, ഹർത്താൽ കൊടുത്ത് സ്വീകരിച്ച CPM, കണ്ണൂർ എയർപോർട്ടിൻ്റെ ട്രയൽ റൺ നടക്കാൻ പോയപ്പോൾ അവിടെയൊക്കെ വഴിയിലിരുന്ന് സമരം ചെയ്ത CPM, അതുകൂടെ കാണിക്കേണ്ടി വരത്തില്ലേ? വിഴിഞ്ഞം പോർട്ടിന് തറക്കല്ലിട്ട് തിരിച്ചു വരുന്ന മുഖ്യമന്ത്രിയെ 2015 ഡിസംബറിൽ കരിങ്കൊടി കാണിച്ച CPM, അതുകൂടെ കാണിക്കേണ്ടി വരില്ലേ? അത് കാണിച്ചാൽ അവരുടെ മൊത്തം അവകാശം പൊളിഞ്ഞല്ലേ? പിന്നെ ഗെയിൽ പദ്ധതി 10 വർഷം മുമ്പ് എന്തായിരുന്നു നിലപാടെന്ന് കാണിക്കുന്നില്ലല്ലോ. 10 വർഷം മുമ്പ് ഗെയിൽ പദ്ധതി ബോംബാന്നല്ലേ പറഞ്ഞു നടന്നവർ. ബാക്ക്യാർഡ് ബോംബ്. മെഡിക്കൽ കോളേജ് തകർന്നു വീണത് ഇപ്പോഴത്തെ കാണിച്ചോ? ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജ് തകർന്ന് ആൾ മരിച്ചത് ഇപ്പോൾ കാണിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മറച്ചു വെക്കാൻ പലതും ഈ സർക്കാരിനുണ്ട്.